കാണാൻ പോകുന്നത് ഹോം മെയ്ഡ് ബർഗർ, ചിക്കൻ ബർഗർ എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ ആദ്യം ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഡീറ്റെയിലായിട്ടൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചു. അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ ബർഗർ, ഹോം മെയ്ഡ് ചിക്കൻ ബർഗറിന് വേണ്ട വെജിറ്റബിൾസ് ഇതൊക്കെയാണ്. ഇത് മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ ക്യാരറ്റും ക്യാപ്സിക്കവും നമ്മുടെ സവാളയും ക്യാബേജും എടുത്തിട്ടുണ്ട്. ഇതുപോലെ വട്ടത്തിൽ തന്നെ നമുക്ക് വെക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതേപോലെ കട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഇതേപോലെ നമുക്ക് ബേക്കറിലൊക്കെ നമുക്ക് ഇതേപോലെ നോർമൽ ബന്നല്ല, ഇത് ബർഗറിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ബന്ന് നമുക്ക് കിട്ടും. ഇത് സൈസ് കൂടുതലാണ്. അപ്പം ഇതേപോലെ ബന്ന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിന് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇതിനകത്ത് ഫില്ലിങ്സ് വെക്കണമല്ലോ. സോ നമുക്കൊരു നൈഫ് ഉപയോഗിച്ച് ഇതുപോലെ ഇതൊന്ന് രണ്ടാക്കി കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ അകത്താണ് നമ്മൾ ഫില്ലിങ്സ് ആഡ് ചെയ്യുന്നത്. സോ ഇതുപോലെ ഒന്നാക്കാം. സിമ്പിൾ ആണ് കേട്ടോ. നമുക്ക് വീട്ടില് സൺഡേസിലൊക്കെ ആയാലും അല്ലാതൊക്കെ നമ്മൾ ചിക്കൻ വാങ്ങാറുണ്ടല്ലോ. അപ്പം വാങ്ങുമ്പോൾ കുറച്ച് ബോൺലെസ് ആയിട്ടുള്ള പീസ് എടുത്തിട്ട് ഉപ്പ് വരക്കും തേച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വറുത്തിട്ട് ഇതിനകത്ത് അതുകൂടി വെക്കാം. നമുക്ക് സിമ്പിൾ ആണ് കേട്ടോ. ഇതേപോലെ 2 പീസാക്കി നമുക്ക് വെക്കാം. ഇതിനകത്താണ് നമ്മൾ ഫില്ലിങ്സ് ചെയ്യുന്നത്. അപ്പൊ ഇതിനായിട്ട് നമുക്ക് ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനകത്ത് ഫില്ലിങ്സിന് കൂടെ ആഡ് ചെയ്യാനായിട്ട് നമുക്ക് സോസ് വേണം. സോസിനായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് മയണൈസും അതുപോലെ തന്നെ നമ്മുടെ ടൊമാറ്റോ സോസുമാണ്. സോയാ സോസ് ഉണ്ടെങ്കിൽ നമുക്ക് അതും എടുക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ ബർഗറിനകത്ത് ഫില്ല് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സോസ് നമുക്ക് റെഡിയാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് മയണൈസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും സോയാ സോസും ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എടുക്കുന്നത് മയണൈസും ടൊമാറ്റോ സോസും ആണ്. ഇത് നമ്മൾ മിക്സ് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ പണി. അപ്പൊ ഞാൻ ടൊമാറ്റോ സോസ് എടുക്കുകയാണ്. മയണൈസ് എടുത്തിട്ടുണ്ട്. മയണൈസ് പാകത്തിന് നമുക്ക് ഫില്ല് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മയണൈസ് എടുക്കാം. അപ്പൊ ഞാൻ മയണൈസ് ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ ബോയിൽ ചെയ്ത എഗിന്റെ ആണ് എടുത്തിരിക്കുന്നത് മയണൈസ്. അപ്പം ബോയിൽ ചെയ്യാത്ത എഗിന്റെ മയണൈസ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഉടനെ വീഡിയോ ഇടുന്നതായിരിക്കും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബർഗറിൻ്റെ അകത്ത് വെക്കാനുള്ള സോസ് റെഡിയാകും. കണ്ടോ, ഇതും കൂടി ഒഴിച്ചിട്ടാണ്, ഇതാണ് ഇതിന്റെ ടേസ്റ്റ് കേട്ടോ. പിന്നെ ചീസും ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പം നമ്മുടെ ചിക്കൻ വറുത്തിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് ബർഗറിനകത്ത് ഫില്ല് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ സോസ് ഇല്ലേ, ആ സോസ് നന്നായിട്ട് ഇതിനകത്ത് പുരട്ടി കൊടുക്കുക. ഇതുപോലെ സോസാണ് ടേസ്റ്റ്. എന്നിട്ട് നമുക്ക് ഇതിന്റെ മുകളിലോട്ട് ചിക്കൻ പീസ് വെച്ച് കൊടുക്കാം. ഓണിയൻ, ഇതുപോലെ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ചീസ് ഇതിന്റെ മുകളിലേക്ക് വെക്കാം. വീണ്ടും ഇതുപോലെ തന്നെ നമുക്ക് വെജിറ്റബിൾസ് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. മാക്സിമം വെജിറ്റബിൾസ് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനുള്ള വെജിറ്റബിൾസ് മാക്സിമം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ മുകളിലായിട്ട് നന്നായിട്ട് നമ്മുടെ സോസ് ഇതുപോലെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. കാരണം ഇത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇതില്ലേ ചീസ് നന്നായിട്ട് മെൽറ്റ് ആവും കേട്ടോ. മെൽറ്റ് ആകുമ്പോഴാണ് ടേസ്റ്റ് വരുന്നത്. അപ്പം ഇത്രയും മതിയായി. ഇതിന്റെ മുകളിലേക്ക് ഇത് നന്നായിട്ട് വെച്ചു കൊടുക്കുക. ഇപ്പം ഇതിന് സെറ്റായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഓവനിലോ അല്ലെങ്കിൽ ഓവനില്ലാത്തത് നമുക്ക് പാനിലോ വെച്ച് ജസ്റ്റ് ഹീറ്റ് ചെയ്യണം. ഹീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എവിടം വരെയാന്ന് വെച്ചാൽ നമ്മുടെ ഈ ചീസ് മെൽറ്റ് ചെയ്യുന്നത് വരെ ഹീറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ബർഗർ സെറ്റ് ആയാൽ നമുക്ക് നോക്കാം. ഇത് സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് പുറത്തേക്ക് എടുക്കാം. അപ്പൊ നമ്മുടെ ഹോം മെയ്ഡ് ചിക്കൻ ബർഗർ റെഡി ആയിട്ടുണ്ട്. ഇത് നോക്കിക്കോ, ആവി വറക്കുന്നത്. നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. സൂപ്പറാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരു വട്ടം ട്രൈ ചെയ്താൽ നിങ്ങൾ വീണ്ടും തീർച്ചയായിട്ടും ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള സിമ്പിൾ റെസിപ്പിക്കായിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പൊ നാളെ നമുക്ക് പുതിയ റൈറ്റ് ആയിട്ട് കാണാൻ. See you.